Good morning to all. Good morning, ma'am. ma'am. Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Happy Children's Day. Okay. Start ചെയ്യാം നമുക്ക്. Okay. Start ചെയ്തോളൂ കേട്ടോ. With prayer, God of the day and sign. Okay. Start ചെയ്യൂ. ആരാ prayer ആരാ ചൊല്ലുന്നത്? Okay, ma'am, ഞാൻ പറയാം. Lord, you are the source of all wisdom and understanding. As we begin our studies today, we ask for your guidance. Help us to grasp the material, remember what we have learned and apply it wisely. May our mind be clear, our memory strong, and our understanding deep. Thank you for the opportunity to learn and grow. Thank you all. Thank you, ma'am. Good morning, Miss, and good morning, my dear friends. I am Sinisi Sumesh. Today's thought: children are a society's hope and future. Their potential is our great resource, and their well-being revolves our society's soul. A good thought for Children's Day is that we must nurture their potential by providing love, care, and a good education, so they can grow into compassionate and confident individual who will build a better world. കുട്ടികൾ ഒരു സമൂഹത്തിന്റെ പ്രതീക്ഷയും ഭാവിയുമാണ്. അവരുടെ കഴിവുകളാണ് നമ്മുടെ ഏറ്റവും വലിയ വിഭവം. അവരുടെ ക്ഷേമമാണ് നമ്മുടെ സമൂഹത്തിന്റെ ആത്മാവിനെ വെളിപ്പെടുത്തുന്നത്. സ്നേഹവും പരിചരണവും നല്ല വിദ്യാഭ്യാസവും നൽകിക്കൊണ്ട് അവരുടെ കഴിവുകളെ പരിപോഷിക്കണം എന്നതാണ് ശിശുദിനത്തിനായുള്ള ഏറ്റവും നല്ല സന്ദേശം. അങ്ങനെ അവർക്ക് മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കാൻ കഴിയുന്ന അനുകമ്പയുള്ളതും ആത്മവിശ്വാസമുള്ളതുമായ വ്യക്തികളായി വളരാൻ കഴിയും. ഹാപ്പി ചിൽഡ്രൻസ് ഡേ. താങ്ക് യു. Good morning, teacher and my dear friends. Today we are gathered here to begin our class with energy and positivity. I happily welcome each one of you to this beautiful morning section. Let's start our day with focus, kindness, and fresh mind to learn new things. Once again, I warmly welcome to all. Thank you. Happy Children's Day. Okay. അപ്പോ ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണല്ലേ? So we celebrated this day as a Children's Day to honor our children and to remember our first Prime Minister, Pandit Jawaharlal Nehru. Okay. So എന്തെങ്കിലും ഇന്നത്തെ ഡേ സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ പ്രോഗ്രാംസ് എന്തെങ്കിലും അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? Yes, ma'am. Yes. Okay. അപ്പൊ അത് കോർഡിനേറ്റ് ചെയ്യാട്ടോ. സ്റ്റാർട്ട് ചെയ്യാൻ എന്നിട്ട്. ഓക്കെ, തുടങ്ങിയാൽ നമുക്ക് എന്തൊക്കെയാണ് ഇതിന്റെ പരിപാടി പറയൂ. പ്ലാൻ ആരാണ്? കോർഡിനേറ്റർ ആരാണ്? മാം ഇപ്രാവശ്യം അങ്ങനെ കോർഡിനേറ്റർ അങ്ങനെ ആരുമില്ല. എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ക്ലാസ്സിൽ വന്ന് ചെയ്യാം എന്നുള്ള ഒരു ഇതാണ്. മാം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? മാം ഞാൻ അൺമ്യൂട്ട് ചെയ്യുമ്പോ ഇവിടെ വേറെ എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഇല്ലല്ലേ? ഓക്കെ മിസ്. ഇവിടെ തൊട്ടടുത്താണ് സ്കൂൾ. അപ്പൊ അവിടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക. ഭയങ്കര സൗണ്ട് ഉണ്ട്, അതാ ചോദിച്ചത്. ഓക്കെ മാം. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. എന്താണ് എനിക്ക് അറിയില്ല നിങ്ങളുടെ പ്രോഗ്രാംസ് എന്താണ് എന്ന്. സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. പറയൂ, എന്താന്ന് വെച്ചാൽ പറയൂ. മാം, ഞാൻ ചാച്ചാജിനെ കുറിച്ചൊരു 2 വാക്ക് സംസാരിക്കാം. ഓക്കെ. എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ദിവസത്തിൽ ഓക്കെ മാം. എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമല്ലോ. ശിശുദിനമാണ്. നവംബർ 14-നാണ് ശിശുദിനം ആഘോഷിക്കുന്നത്. കാരണം ഇന്നാണ് കുട്ടികളെ സ്നേഹിച്ച ചാച്ചാജിയുടെ ജന്മദിനം. ചാച്ചാജിയുടെ ശരിയായ പേര് ജവഹർലാൽ നെഹ്റു എന്നാണ്. നെഹ്റുജി ആയിരുന്നു നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യ എന്ന് പറഞ്ഞ മഹത് വ്യക്തിയാണ് അദ്ദേഹം. നമ്മുടെ ഓരോ പ്രവൃത്തിയും ഭാരതത്തിന്റെ മഹത്വം ഉയർത്താനുള്ളതാവണം. എല്ലാ പ്രിയ കൂട്ടുകാർക്കും ശിശുദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു.
Okay, and next. മാം ഞാനൊരു മോറൽ സ്റ്റോറി പറയാമേ. Good morning, my dear friends. I'm Shruti Suresh. How are you all? I hope you will be also good. Okay. Today we are going to listen a story. And the name of the story is Five Friends. So let's begin. Hi, hello. Once upon a time, there was a five friends. The first friend said, I am the best because I point and teach you. The second friend said, no, I am the best because I am the tallest one. The third friend said, no, 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 I am the best because I wear a wedding ring. The fourth little said, no, 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 I am the best because I help you to join your hand and when we pray. So all were fighting. I am the best. I am the best. The fifth friend said, "Stop, stop, stop fighting. Don't fight with each other. Now you all let me. If I don't help you, will you be able to be close? Open yourselves." The four friends said, "No, no, no, no. I think you are the best." So the fifth friend said, "No, we all have to work together. We all are equal. So if you work together, we can do anything. And if we fight, then we won't able to do anything." So friends, what is the moral of the story? The united we stand and divided we fall. Thank you, everyone. Okay, yeah, very good, Shruti. Thank you, ma'am. Okay, and then ഇനി എന്താണ് നെക്സ്റ്റ് എന്താണ്? തൻസീറ സ്പീച്ച് പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ് മാം, ഞാൻ സ്പീച്ച് പറയാം. Good morning to everyone. A very warm welcome to our respected Ashwini ma'am and all my dear friends. Today we are gathered here to celebrate a very special day, Children's Day. Every year we celebrate Children's Day on 14th November to honor the birth anniversary of Pandit Jawaharlal Nehru, the first Prime Minister of India. He loved children very much and believed that children are the future of our nation. That is why we lovingly call him Chacha Nehru. Children's Day reminds us that every child is unique, special, and full of dreams. It is a day to celebrate childhood, happiness, and innocence. It is also a day to remember that children need love, care, education, and protection to grow into responsible citizens. On this wonderful day, let us promise to be kind, honest, and hardworking. Let us learn new things, respect our elders, and help one another. Together, we can build a bright future. Once again, I wish all my dear friends a very happy Children's Day. Thank you and have a great day. Thank you, ma'am. Thank you all. Okay. മാം ഞാനൊരു സ്പീച്ച് അഫീല. Okay. Good morning everyone. Today we celebrate Children's Day, the birthday of the Pandit Jawaharlal Nehru, who loved children very much. Children lovingly called him Chacha Nehru. He believed that children are the future of our nation and they must be loved and cared for with great affection. Dr. Maria Montessori also taught us the same. That very child is a gift of nature, full of curiosity, love, and
creativity. In the Montessori method, we help children grow freely, learn by doing, and the development confidence and independence. On this special day, let us remember both Chacha Nehru and Dr. Maria Montessori, two great people who believed that the world becomes beautiful through the smile of children. Dear children, you are the light to tomorrow. Keep learning, keep smiling, and always believe in yourself. Happy Children's Day. Thank you, ma'am. Thank you all. Okay. മാം ഞാൻ പറയാം. കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ സുസ്ന. ഹലോ എവ്രിവൺ. സേഫ് ടച്ച് ആൻഡ് അൺസേഫ് ടച്ചിനെ കുറിച്ച് ചെറിയൊരു അവയർനെസ് തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആസ് എ പാരന്റ് അല്ലെങ്കിൽ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു കെയർ ഗീവർ എന്ന നിലയിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മുടെ കുട്ടികൾ സേഫ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. കുട്ടികളെ നമ്മൾ ഇഷ്ടപ്പെടുന്നു, അവരെ ബഹുമാനിക്കുന്നു, അവർ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന് അവർക്കും കൂടി തോന്നണം. പക്ഷെ ഈ ലോകത്ത് ഒരുപാട് ഡേഞ്ചറസ് സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികള് സേഫ് ടച്ച് അൺസേഫ് ടച്ചിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. സേഫ് ടച്ച് എന്ന് പറയുന്നത് ഫാമിലിയിലോ ഉള്ളതായിട്ടോ ഒരു ഹഗ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് ഷേക്ക്, അതും അല്ലെങ്കിൽ അവരുടെ പുറത്ത് തട്ടുന്നതോ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഒരു സേഫ് ടച്ച് ആയിട്ട് പറയുന്നത്. അത് കുട്ടികൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുകയും അവരത് ഇഷ്ടപ്പെടുകയും ചെയ്യും. അൺസേഫ് ടച്ച് എന്ന് പറയുന്നത് അൺകംഫർട്ടബിൾ ആയിരിക്കും, കുട്ടികൾക്ക് അതൊരു ഭീതി ഉളവാക്കുന്നതായിരിക്കും, അതുപോലെ അവർക്ക് കൺഫ്യൂസിങ് ആയിരിക്കും. പിന്നെ അവരുടെ പെർമിഷൻ കൂടാതെ അവരുടെ പ്രൈവറ്റ് പാർട്സിലും ടച്ച് ചെയ്യുന്നതൊക്കെയാണ് അൺസേഫ് ടച്ചിൽ വരുന്നത്. ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന് പറയുന്നതിലും നല്ലത് സേഫ് ടച്ച് അൺസേഫ് ടച്ച് എന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് നമ്മുടെ കുട്ടികളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ആക്ഷൻ സോങ്സിലൂടെയോ അല്ലെങ്കിൽ ഒരു സ്റ്റോറീസിലൂടെയൊക്കെ നമുക്ക് കുട്ടികൾക്ക് അതിനെ കുറിച്ചുള്ളൊരു അറിവ് കൊടുക്കാൻ നമുക്ക് പറ്റും. അതുപോലെ ആ കുട്ടികളെ വീട്ടിലാണെങ്കിലും പാരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും അവരോട് നോ പറയേണ്ട സമയത്ത് അവരെ നോ പറയാനായിട്ട് അവരെ പ്രാപ്തരാക്കുക. അതുപോലെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ മറ്റുള്ളവരുടെ ഹെൽപ്പ് ചോദിക്കാനുള്ള കുട്ടികൾക്ക് അതിനുള്ളൊരു പ്രാപ്തി കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും കുട്ടികളായിട്ട് ഉണ്ടാക്കുക. അവർക്ക് എന്താ പറയാ പേടിയില്ലാതെയും ജഡ്ജ്മെന്റിൽ അല്ലാത്ത രീതിയിലും അവർ കുട്ടികളുടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുട്ടികളെ ശീലിപ്പിക്കുക. അതിനുള്ള ഒരു സ്പേസ് പാരന്റ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് തമ്മിലാണെങ്കിലും കുട്ടികളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ ആരൊക്കെയാണ് പേടിക്കേണ്ടത്, കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആരൊക്കെയാണെന്നൊക്കെയുള്ളൊരു രീതിയിൽ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് കുറച്ച് നല്ല രീതിയിൽ അവരുടെ ബിഹേവിയർ ചേഞ്ചസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ അവരെല്ലാ കാര്യങ്ങളിൽ നിന്നും പിന്നോക്കം എല്ലാത്തിൽ നിന്നും ഒരു പിൻവലിവ് എല്ലാത്തിൽ നിന്നും കാണിക്കും. അതുപോലെ കുട്ടികൾക്ക് ഭയങ്കര പേടിയുള്ള കുട്ടികളുണ്ടാവും. അതുപോലെ അഗ്രസീവ് ബിഹേവിയർ ആയിരിക്കും ചില കുട്ടികൾ കാണിക്കുന്നത്. അതുപോലെ എല്ലാ ഫിസിക്കൽ കോണ്ടാക്ട് ആയിട്ട് ആരാണെങ്കിലും ഇപ്പൊ സേഫ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവരോടുള്ള ഫിസിക്കൽ കോണ്ടാക്ട് പോലും ചില കുട്ടികൾക്ക് പിന്നീട് പേടിയാകും. അവര് നൈറ്റ്മേഴ്സ് കാണുകയും ചെയ്യും. പിന്നെ അതുപോലെ അവർക്ക് പേടി, ആങ്സൈറ്റി, ഡിപ്രഷൻ, മൂഡ് സ്വിങ്സ്, പിന്നെ ആരെയും വിശ്വസിക്കില്ല ചില കുട്ടികൾ, ആരെയും വിശ്വാസമില്ലാത്ത ഒരു രീതിയിലാവും കുട്ടികൾ. അതുപോലെ ചില കുട്ടികൾ നിരന്തരം ഇങ്ങനെ അബ്യൂസ് ചെയ്യപ്പെടുന്ന കുട്ടികൾ ചിലപ്പോൾ അതിനോട് യൂസ്ഡ് ആവും. അപ്പൊ കുട്ടികൾക്ക് അതിനോട് കൂടുതൽ താല്പര്യം തോന്നും, കുട്ടികൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിവ് കിട്ടും. അപ്പോൾ മോശമായ കാര്യങ്ങളിൽ നിന്ന് കൂടുതൽ അറിവ് കിട്ടും. അപ്പോൾ അവർ ഈ അഡൾട്ടിന് പോലെ സംസാരിക്കാൻ തുടങ്ങും, അതുപോലെയുള്ള ലാംഗ്വേജസ് യൂസ് ചെയ്യാൻ തുടങ്ങും. പിന്നെ അതൊക്കെ പിന്നീട് അവരൊരു എന്താ പറയാ ഒരു ഭീഷണിയുടെ രീതിയിൽ പിന്നീട് അത് വരും. എന്താ പറയാ സൂയിസൈഡ് അറ്റംപ്റ്റ് പോലെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികൾ പിന്നീട് വരും. പിന്നെ ഇതുപോലെ എന്തെങ്കിലും സയൻസ് ഒക്കെ ആരെങ്കിലും നമ്മൾ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്ന നിലയിൽ നമുക്ക് ഒരു കുട്ടികളോട് അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു അതോറിറ്റി അത് അറിയിക്കുക. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, റെസ്പോൺസിബിലിറ്റി ആണ്. താങ്ക് യു. ഓക്കെ പ്രജ്ന, നല്ലൊരു അവയർനെസ് ആണ്. നമുക്ക് എല്ലാവരും ആസ് എ മദർ അല്ലെങ്കിൽ ആസ് എ പാരന്റ് അല്ലെങ്കിൽ ആസ് എ ടീച്ചർ, സ്റ്റുഡൻസിനോടാണെങ്കിൽ കുട്ടികളോടാണെങ്കിലും
പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് പറഞ്ഞത്. അതിപ്പോ ഗേൾസിനോടാണെങ്കിലും ബോയ്സിനോടാണെങ്കിലും രണ്ടുപേരോടും ഈക്വലി നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോ സിബി Yes, ma'am. പാടിക്കോളൂ, പാട്ട് പറയൂ മോളോട്. ക്യാമറ ഓൺ ചെയ്യത്തില്ല മാം. ക്യാമറ ഓൺ ചെയ്ത അവക്ക് പാടാൻ പറ്റുമോന്ന് അറിയില്ല. എന്തിനാ ക്യാമറ ഓൺ ചെയ്ത് പാടണം കേട്ടോ. ഓക്കെ, മമ്മി ഓണാക്കി വെച്ചിട്ട് മോള് പറഞ്ഞിട്ടല്ലേ മാം മെസ്സേജ് ഇട്ടേ. ആ കേക്കാൻ പറ്റും പറയുന്നത്. പാട്. ആ പാട്. ഇല്ല, കാണാൻ പറ്റത്തില്ല. ഓക്കെ മോളെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേക്കാൻ പറ്റുന്നുണ്ട്. ഷൈനസ് ഒന്നും വേണ്ട കേട്ടോ, പാട്ട് പാടും. എല്ലാരും മീറ്റിംഗ് ആണ്. Okay. പാട്, അവിടെ സമയമില്ല ടീച്ചറിന്. പാടിക്കോളൂ, പാടൂ, കേൾക്കട്ടെ. എളുപ്പം പാടും. മോൾ മെഡിക്കല്ലേ, പാട്. പാട് മമ്മി, മെസ്സേജ് ഇട്ടില്ലേ? എല്ലാവരും ഒന്ന് പറയൂ, പാടാൻ പറയൂ കേട്ടോ. പാടുവട്ടാ. പാട്ട് പാടുടാ, സ്മൈലി തരാം. മോളെ പാട്ട് പാടൂ. ഒരുപാട് ഗിഫ്റ്റ് തരാം. അതുകൊണ്ട് എല്ലാരും പറയുന്നു. പാട്. ഉള്ളത്തിൽ പാട്ടോട് സമ്മാനം ഉണ്ട് കേട്ടോ. മൂലം ഉള്ളത്തിൽ ഭയമേറുക മൂലം വെള്ളത്തിൽ ചിലർ ചാടി അളിച്ച് വെള്ളിക്കെട്ടുകൾ തോറും ചെന്നാനുള്ളിൽ പൊക്കിയത് പല മണ്ണിൽ പല പല കുഴിയുണ്ടാക്കി പണ്ട് മാർച്ചിലവിടെ അളിച്ചു കണ്ണുമടച്ചു പുലർച്ചിടന്നൊരു വണ്ണമുറക്കവും അങ്ങ് തുടങ്ങി. കഴിഞ്ഞു മാം. ഇത്രയുള്ള മെസ്സേജ് ഇടാൻ പറഞ്ഞിട്ട് പാടാൻ. എന്തോ മാം, മെസ്സേജ് ഇടാൻ പറഞ്ഞിട്ട് പാടാൻ നേരെ നോക്കും മടി. നന്നായിട്ട് പാടിയിട്ടോ, അങ്ങനെ മടിയൊന്നും പാടില്ല കേട്ടോ. പാടണം, എല്ലാവരും മുന്നില് ധൈര്യത്തോടെ തന്നെ പാടാം. ഓക്കെ, നമുക്ക് നാണമൊന്നും വേണ്ട. ഓക്കെ, നന്നായിട്ട് പാടിയിട്ടോ. പേരെന്തായിരുന്നു? പേരെന്തുവാന്ന്? ഏഞ്ചൽ. ഏഞ്ചലാണോ? ആഹാ, അപ്പൊ ഏഞ്ചലിനെ പോലെ തന്നെ പാട്ട് പാടി. ഓക്കെ, താങ്ക് യു പറ. താങ്ക് യു പറ. താങ്ക് യു. ആണോ? താങ്ക് യു, വെൽക്കം. എത്ര വയസ്സായി? ഏജ് എത്രയാണ്? എത്ര വയസ്സായി? 6. ആഹാ, 6 വയസ്സായിട്ടുള്ളൂ. ഓക്കെ, ഒരു ദിവസം കാണാട്ടോ. നമുക്ക് ക്യാമറ ഓൺ ചെയ്യണം, കാണണം. വന്നിട്ടുണ്ടായിരുന്നു മാം. പ്രാക്ടിക്കലിന് ഞങ്ങൾ 3 പേരും ഉണ്ടായിരുന്നു. മാമിനെ കണ്ടില്ല. അപർണ മാമിനെ കാണാൻ പറ്റിയില്ല. പ്രാക്ടിക്കലി ഞാൻ ഉണ്ടാകാറില്ല കേട്ടോ. എന്റെ കോൺവെക്കേഷൻ മാത്രമേ കാണാൻ പറ്റൂ. ഓക്കെ, അപ്പൊ വരൂ, നമുക്ക് കാണാൻ, നേരിട്ട് കാണാം കേട്ടോ. ഓക്കെ മാം. ഓക്കെ, പിന്നെ ഹലോ, എന്താണ്? ക്യാമറയിൽ നോക്കൂ. ഭയങ്കര നാടാണല്ലോ. ഓക്കെ, നമുക്ക് നേരിട്ട് കാണാം. അപ്പൊ സംസാരിക്കും കേട്ടോ. താങ്ക് യു മാം. ഓക്കെ, അപ്പൊ എന്താ ഫാൻസി ഡ്രസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് നെക്സ്റ്റ്? എന്താണ് മിസ്റ്റർ മോൻ ഫാൻസി ഇതായിട്ടുണ്ട്. ക്യാമറ ഓൺ ചെയ്യട്ടെ? ഇവിടെ നിൽക്കാൻ പറ, മിസ്സിനോട് പറ. Good morning, my happy Children's Day. ഡ്രസ് ഒക്കെ ഇരിക്കുകയാണ്. എപ്പോ റെഡി ആയിരിക്കുകയാണ്? കുറെ നേരം ആയോ? കുറച്ചു നേരമായി മിസ്. അപ്പൊ ക്ലാസ് ഉണ്ടായിരുന്നില്ല? ക്ലാസ്സിൽ പോയിട്ട് വരാണോ? ഇല്ല, ഇവർക്ക് ക്ലാസ് ഇല്ല. ഇവിടെ അടുത്ത് പള്ളി പെരുന്നാളുണ്ട്, അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ക്ലാസ് ഇല്ല. അപ്പൊ ഇങ്ങനെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം കേട്ടോ. മിസ്, ഞാൻ ശിശുദിനത്തിനെ കുറിച്ച് 2 വാക്ക് പ്ലക്കാർഡിൽ എഴുതിയത് വായിക്കാം. നാളത്തെ ലോകം കുട്ടികളുടേതാണ്. സുന്ദര സ്വപ്നങ്ങളിൽ ഓരോ കുഞ്ഞുങ്ങളും പറന്നു നടക്കട്ടെ. അറിവിനോടൊപ്പം ആനന്ദവും പകരുന്നതാവട്ടെ വിദ്യാലയങ്ങൾ. താങ്ക് യു മാം.
ഓക്കെ ഓക്കെ അശ്വതി. ഓക്കെ, മോന്റെ പേരെന്തായിരുന്നു? മോന്റെ പേര് ദേവനന്ദ്. യാ ദേവനന്ദ്, നന്നായിട്ടുണ്ട് കേട്ടോ. ഒരു കുഞ്ഞു ചാച്ചാതി. ഓക്കെ താങ്ക് യു. താങ്ക് യു. ഓക്കെ താങ്ക് യു മാം. യാ. ഇനി നെക്സ്റ്റ് എന്താ? മാം ഞാനും ഒരു പ്ലഗ് കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ. Can you read that, Shruti? Yes ma'am, sure. Every child is a different kind of flower and they are beautiful in their way. Okay. കഴിഞ്ഞോ? ഇനി എന്താണ്? ഇനി പ്രോഗ്രാംസ് എന്തെങ്കിലുണ്ടോ? മാം, ഞാൻ എന്റെ മോന് ഒരു ചെറിയ കഥ 3ാം ക്ലാസ്സിലാ പഠിക്കണേ. അപ്പൊ ഒരു ചെറിയ കഥ അവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറയട്ടെ. ഓക്കെ. ചാച്ചാജിയും റോസാപ്പൂവും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്വതന്ത്ര ഇന്ത്യയുടെ രാജ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം നവംബർ 14-നാണ് ശിശുദിനം ആഘോഷിക്കുന്നത്. അദ്ദേഹം കുട്ടികളെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നതിനാൽ ആണ് ഈ ദിവസം നമ്മൾ ശിശുദിനമായി ആഘോഷിക്കുന്നത്. കുട്ടികൾക്ക് പ്രിയങ്കരനായിരുന്ന ചാച്ചാജി തന്റെ വസ്ത്രത്തിന്റെ ഒരു ഭാഗത്ത് റോസാപ്പൂ കുത്തിവെച്ചിരുന്നു. അദ്ദേഹം അങ്ങനെ ചെയ്യുന്നതിന്റെ കാരണം പലതുണ്ട്. അതിൽ പ്രധാനമായ 2 കാരണങ്ങളാണ് ഉള്ളത്. തന്റെ ഭാര്യയായ കമല നെഹ്റുവിന്റെ ഓർമ്മക്കാണ് അങ്ങനെ ചെയ്തിരുന്നത് ഒരു കാരണം. രണ്ടാമത്തേത്, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവിനെ കാണാൻ ഒരുപാട് സന്ദർശകർ വരുമായിരുന്നു. ഒരു ദിവസം ഒരു ഗ്രാമവാസിയായ ഒരു പെൺകുട്ടിയും നെഹ്റുവിനെ കാണാൻ ക്യൂയിൽ നിൽക്കുകയായിരുന്നു. സുരക്ഷാ ജീവനക്കാർ നെഹ്റുവിന്റെ അടുത്തേക്ക് പോകാൻ അവളെ അനുവദിച്ചില്ല. ഒരുപാട് സമ്മാനങ്ങളും വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും ധരിച്ചവരെയും മാത്രമായിരുന്നു അവർ കടത്തിവിട്ടത്. ആ പെൺകുട്ടിക്ക് അവളുടെ വീട്ടുമുറ്റത്ത് വളർന്ന റോസാപ്പൂ അല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല സമ്മാനം കൊടുക്കാൻ. അങ്ങനെ ആ പെൺകുട്ടി ദിവസവും മനോഹരമായ റോസാപ്പൂ നെഹ്റുവിന് സമ്മാനം കൊടുക്കാനായി അവിടെ എത്തി. സുരക്ഷാ ഉദ്യോഗസ്ഥർ അകത്തേക്ക് കടത്തിവിടില്ല. ഇതൊന്നും നെഹ്റു അറിഞ്ഞിരുന്നില്ല. ഒരു ദിവസം സുരക്ഷാ ഉദ്യോഗസ്ഥരും ഈ പെൺകുട്ടിയും തർക്കിക്കുന്നത് നെഹ്റുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, എന്താണ് അവിടെ? പെൺകുട്ടി നെഹ്റുവിനെ കാണാൻ വന്നതാണെന്ന് നെഹ്റുവിനോട് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അങ്ങനെ നെഹ്റു പെൺകുട്ടിയെ നെഹ്റുവിന്റെ അടുത്തേക്ക് വിളിച്ചു. തന്റെ ആഗ്രഹം സാധിച്ച പെൺകുട്ടി നെഹ്റുവിനെ അടുത്തേക്ക് വരികയും റോസാപ്പൂ നെഹ്റുവിന് സമ്മാനമായി നൽകുകയും ചെയ്തു. നെഹ്റുവിന് ആ റോസാപ്പൂ സന്തോഷത്തോടെ വാങ്ങി തന്റെ കോട്ടിന്റെ ഒരു ഭാഗത്ത് കുത്തിവെച്ചു. ചെറിയ സമ്മാനമായിരുന്നാൽ പോലും അത് നൽകുവാനുള്ള മനസ്സിനെയും പ്രയത്നത്തെയും നെഹ്റു പ്രശംസിച്ചു. പൂക്കളെയും പൂന്തോട്ടങ്ങളെയും കുട്ടികളെയും വളരെ ഇഷ്ടമായിരുന്ന നെഹ്റുവിന്റെ വലിയ ഒരു അടയാളമായി മാറി റോസാപ്പൂവ്. ഇതാണ് ചാച്ചാജിയുടെ റോസാപ്പൂവിനോടുള്ള ഇഷ്ടത്തെ പറ്റിയുള്ള പ്രധാന കഥ. താങ്ക് യു. ഓക്കെ. ഇനി എന്താണ്? ഇനി എന്തെങ്കിലും? ഓക്കെ, എന്താ പ്ലാനിങ് ചെയ്തിട്ടുണ്ടല്ലോ? ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ഞാൻ ചെറിയൊരു കോട്ടാണ് പറയണേ, കാര്യമായിട്ടൊന്നുമില്ല. എ ചൈൽഡ് ക്യാൻ ടീച്ച് ആൻ അഡൽട്ട് 3 things. 3 കാര്യങ്ങൾ നമ്മൾ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ടു ബി ഹാപ്പി ഫോർ നോ റീസൺ. ഒരു റീസൺ ഇല്ലെങ്കിലും അവർ ഹാപ്പി ആയിരിക്കും. അതുപോലെ ടു ഓൾവേസ് ബി ബിസി വിത്ത് സംതിങ്. എപ്പോഴും അവർ തിരക്കിലായിരിക്കും. നമുക്കാണ് കൂടുതൽ ടൈം കിട്ടുന്നത്, പക്ഷെ അവരെപ്പോഴും തിരക്കിലായിരിക്കും. അതുപോലെ തന്നെ അവരെപ്പോഴും ഹാപ്പി ആയിരിക്കും. അവർക്ക് ഒരു കാരണം ഇല്ലെങ്കിലും അവർ ഹാപ്പിയാണ്. അതുപോലെ തന്നെ ടു നൗ ഹൗ ടു ഡിമാൻഡ് വിത്ത് ഓൾ ഹിസ് മൈറ്റ് ദാറ്റ് വിച്ച് ഹി ഡിസയേഴ്സ്. അവരുടെ ആഗ്രഹങ്ങൾ എങ്ങനെ സാധിച്ചെടുക്കാന്ന് അവര് അത് നമുക്ക് മനസ്സിലാക്കി തരും. എങ്ങനെയൊക്കെ അവരുടെ ആഗ്രഹങ്ങൾ അവർ സാധിച്ചെടുക്കാം, അവർ പല വിധത്തിലുള്ള ഇതെടുത്ത് നമുക്കത് മനസ്സിലാക്കി തരും. ഓക്കെ, താങ്ക് യു. ഹാപ്പി ചിൽഡ്രൻസ് ഡേ. ഓക്കെ, നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു കുട്ടിയില്ലേ അല്ലെ?
നമ്മൾ എത്ര ഏജ് ആണെങ്കിലും നമ്മുടെ ഉള്ളിൽ എല്ലാവരും ഉള്ളിൽ കുഞ്ഞു കുട്ടിയുണ്ട്. യെസ് മാം. അപ്പോ എന്താണ് കുട്ടികളെ പോലെ കുട്ടി പറഞ്ഞ പോലെ എപ്പോഴും ഹാപ്പി ആയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കണം. മനസ്സിലായോ? അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ അവരെ പോലെ നമ്മൾ ഫോളോ ചെയ്യുക. അവരെങ്ങനെയാണോ അല്ലെ, അവർ ഫ്രീ മൈൻഡ് ആണ്, അവർക്ക് ഒന്നുമില്ല, ചിന്തിക്കാനൊന്നുമില്ല, അവരൊന്നും ചിന്തിക്കൊന്നുമില്ല അല്ലെ. നമ്മുടെ കുട്ടിക്കാലം ആലോചിച്ചു എന്ത് രസമാണ്. അന്ന് വിചാരിക്കുന്നത് പെട്ടെന്ന് വലുതായാൽ മതി എന്നാണ്, പക്ഷെ വലുതായി കഴിയുമ്പോൾ നേരെ തിരിച്ചാണ്, ഇന്ന് ചെറുതായിരുന്നെങ്കിൽ. അപ്പൊ ആ ഒരു മൈൻഡ് എപ്പോഴും നമ്മുടെ ഉള്ളിൽ വേണം കേട്ടോ. നമ്മൾ എത്ര പ്രായമായാലും ശരി, നമ്മുടെ ഉള്ളിൽ ആ ഒരു കുഞ്ഞിക്കുട്ടി എപ്പോഴും വേണം. എപ്പോഴും ഉണ്ട്. ചില നമുക്ക് നമ്മുടെ പണ്ടത്തെ മെമ്മറീസ് ഒക്കെ എന്തെങ്കിലും കാര്യങ്ങൾ കാണുമ്പോൾ ഓർക്കും അല്ലെ. ചിലപ്പോൾ നമ്മൾ പണ്ട് കഴിച്ച എന്തെങ്കിലും മിഠായി ആണെങ്കിലോ അതൊക്കെയാണ് ഇപ്പൊ കുറച്ചെങ്കിലും ഓർമ്മ. അത് കാണുമ്പോൾ നമ്മൾ ആ ഒരു കാലത്തേക്ക് പോകും. നമ്മുടെ ഉള്ളിൽ ആ ഒരു കുട്ടി ഉണ്ടാവും അല്ലെ. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു കുട്ടിയുണ്ട്. ചിൽഡ്രൻസ് ഡേ നമുക്കും കൂടെ വേണ്ടിയിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോ കുട്ടികളെ പോലെ ആവാൻ നോക്കാം കേട്ടോ. നമ്മള് മെച്ചൂർഡാണ്, മെച്ചൂരിറ്റി കാണിക്കേണ്ടത് മെച്ചൂരിറ്റി കാണിക്കുക. പക്ഷെ എപ്പോഴും കുട്ടികളുടെ മനസ്സാണെങ്കിൽ ഭയങ്കര രസമാണ്. ഫുൾ ടൈം ഹാപ്പി ആയിരിക്കും, ടെൻഷൻ ഫ്രീ ആയിരിക്കും, ഫുൾ ടൈം പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ്സ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, എന്തോ മാമിനെ കാണുന്ന സോ ബ്യൂട്ടിഫുൾ, നല്ല ഭംഗിയുണ്ട് കാണാൻ. താങ്ക് യു. ഓക്കെ, ഇന്നത്തെ ആയിട്ടുണ്ട്. താങ്ക് യു. അപ്പോ ചിൽഡ്രൻസ് ഡേയിൽ എനിക്ക് പറയാനുള്ള ഒരു അഡ്വൈസ് അത് മാത്രമേ ഉള്ളൂ, കുട്ടികളെ പോലെ ആവാൻ നോക്കാം. ഓക്കെ, പിന്നെന്താണ് ഇനി? മാം, ഞാനൊരു ഫോക്ക് ഡാൻസ്, ഒരു ചെറിയൊരു ഡാൻസ് മാം രാവിലെ പ്ലാൻ ചെയ്തതാണ്. ഒരു അരമണിക്കൂർ ടൈം എടുത്ത് പ്രാക്ടീസ് ചെയ്ത് എന്തൊക്കെയോ കാണിച്ചു കൂട്ടിട്ട് ഞാൻ ആലോചിച്ചു ഒന്നും ഇല്ലല്ലോ, പെർഫോമൻസ് ഒന്നും ഇല്ല, ഒന്ന് ആലോചിച്ചു. ചെറിയൊരു ഫോക്ക് ഡാൻസ് മാം. അത് സോങ് ക്ലിയർ ആവുമെന്ന് അറിയില്ല. ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ ആരും ഇല്ല. അപ്പോ ക്ലിയർ ആവുമെന്ന് അറിയില്ല. എന്തായാലും ഞാൻ ട്രൈ ചെയ്യാം മാം. ഒരു അരമണിക്കൂർ പ്രാക്ടീസ് ചെയ്തോളൂ മാം. സോ അഡ്ജസ്റ്റ് ചെയ്യണം എന്തെങ്കിലും.
താങ്ക് യു മാം. ഓക്കെ ശ്രുതി, നന്നായിരുന്നു കേട്ടോ. അരമണിക്കൂറാണെങ്കിലും നന്നായിട്ട് കളിച്ചു. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. ഓക്കെ ശ്രുതി, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു കേട്ടോ. കാരണം എന്താ ശ്രുതിയുടെ ഒരു പെർഫോമൻസ് എന്തായാലും ഉണ്ടാവും. പൊതുവെ ഇങ്ങനെ ആരും അങ്ങനെ ചെയ്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ഈ ക്ലാസ്സിൽ ശ്രുതി നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും എല്ലാ ചാൻസും അല്ല, കിട്ടുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും ശ്രുതി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. താങ്ക് യു മാം. എല്ലാവരും താങ്ക് യു മാം. എല്ലാവരും കൂടിയാണ്. പക്ഷെ ഡാൻസ് ഇക്കൂട്ടത്തിൽ ഡാൻസ് ശ്രുതിയും പിന്നെ അശ്വതിയൊക്കെയാണല്ലോ ചെയ്തത്. ഓക്കെ, അപ്പൊ മാക്സിമം കിട്ടുന്ന ചാൻസ് എല്ലാം അവര് യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഓരോ നിമിഷവും എന്താണ് പോയിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അതുകൊണ്ട് മാക്സിമം എല്ലാ ചാൻസും യൂസ് ചെയ്യാൻ നോക്കാം. അതിൽ നമുക്ക് നാണോ അല്ലെങ്കിൽ അയ്യോ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും അങ്ങനൊന്നും ചിന്തിക്കണ്ട. നമ്മുടെ ലൈഫ് നമുക്ക് വേണ്ടിയുള്ളതാണ് അല്ലെ. അപ്പൊ നമ്മൾ മാക്സിമം അത് എൻജോയ് ചെയ്യാം. ഓരോ നിമിഷവും നമ്മൾ എൻജോയ് ചെയ്യാം. ഓക്കെ, ആൻഡ് ദെൻ ഇനി എന്തെങ്കിലും ഉണ്ടോ? മാം, ഞാനൊരു ആക്ഷൻ സോങ് പാടാന്ന് ചോദിച്ചു, പക്ഷെ കോസ്റ്റ്യൂം മാറ്റിയിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തിട്ട് ചെയ്യായിരുന്നു, സമയം ഉണ്ടെങ്കിൽ. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ? പെർഫോമൻസ് എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ചുമ്മാ പാട്ട് എന്തെങ്കിലുമൊക്കെ പാടുന്നത്. ചെറിയൊരു സ്പീച്ച് ചെല്ലാം പറയാം. ഓക്കെ. Good morning, everyone. Respected teacher and all my dear friends. My name is Mariama. Today is 14th November, and we are celebrating Children's Day. I wish you all a very happy Children's Day. Children's Day is the birth of Pandit Jawaharlal Nehru. He was the first Prime Minister of India. He loved children very much, and children fondly called him Chacha Nehru. Children's Day reminds us that every child is special and full of dreams. Let's remember that children are the future of our country. We should always encourage them to learn and grow happily. Jai Hind. Thank you all. Thank you, teacher. Okay, very good. Then, ഞാൻ രണ്ടുപേരും കവിത പാടാം. okay. നമ്മുടെ സ്വന്തം ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി. നവംബർ 14 എന്ന ദിനം ചാച്ചാജിയുടെ ജന്മദിനം. കുട്ടികളെല്ലാം ആഘോഷത്താൽ ഉത്സവമാക്കും പുണ്യദിനം, ഉത്സവമാക്കും പുണ്യദിനം. ഓക്കെ ഹസീന നല്ല പാട്ട് പാടുന്നുണ്ടല്ലോ. എല്ലാവരും നല്ല പാട്ട് പാടുന്നുണ്ട്. എല്ലാവർക്കും പാട്ട് പാടാൻ അറിയാം. അപ്പൊ പാട്ടൊക്കെ പാടൂ. പാട്ട് പാടാം എല്ലാവർക്കും അല്ലെ. അപ്പൊ ഇനി ആരാണ്? ആരുമില്ലേ? ആരെങ്കിലൊക്കെ പാട്ടൊക്കെ പാടൂ. നോ, ചെറിയൊരു സ്റ്റോറി പറയാം. ഓക്കെ. ചാച്ചാജിയും ചെറുക്കളും. ഒരു ദിവസം ചാച്ചാ നെഹ്റു ഒരു സ്കൂൾ സന്ദർശനം നടത്തി. കുട്ടികൾ ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചാച്ചാജി ഒരു ചെറിയ കുട്ടിയുടെ ചിത്രത്തിന് മുന്നിൽ നിൽക്കുകയുണ്ടായി. കുട്ടി വരച്ചത് ഒരു സൂര്യനും ചിരിക്കുന്ന മുഖമുള്ള ഒരു കുട്ടികളും. ചാച്ചാജി ചോദിച്ചു, മോളെ, നിങ്ങൾ എന്തിനാ ചിരിക്കുന്ന കുട്ടികളെ വരച്ചത്? കുട്ടി നിർഭയത്തോടെ മറുപടി പറഞ്ഞു, കുട്ടികൾ ചിരിക്കുമ്പോൾ ലോകം തന്നെ പ്രകാശിക്കുമല്ലോ. ആ മറുപടി കേട്ട് ചാച്ചാജിയുടെ കണ്ണുകൾ സന്തോഷത്താൽ തിളങ്ങി. അദ്ദേഹം പറഞ്ഞു, ഇതാ നിങ്ങളുടെ ചിത്രത്തിൽ ഞാൻ ഇന്ത്യയുടെ ഭാവി കണ്ടു. ചിരിക്കുക, പഠിക്കുക, സ്നേഹിക്കുക, അതാണ് ഏറ്റവും വലിയ ശക്തി. കുട്ടികൾ ചേർന്ന് ആ ദിനം ഒരു വാഗ്ദാനം ചെയ്തു, നാം എല്ലായ്പ്പോഴും ചിരിച്ചും സ്നേഹിച്ചും നല്ല ഇന്ത്യയാക്കും. ചാച്ചാജി സന്തോഷത്തോടെ ആ സ്കൂൾ വിട്ടു. ആ ചെറിയ ചിത്രത്തിന്റെ ചിരി അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്നും ജീവിച്ചു. താങ്ക് യു. ഓക്കെ നസീറ,
ഇനി എന്താണ്? മിസ് ഞാൻ ചെറിയൊരു പാട്ട് പാടാം. ഓക്കെ. ഒന്നൊന്നായി അണിചേരാം, ഒന്നിച്ചൊന്നായി മുന്നേറാം, പുതിയൊരു ലോകം തീർത്തിടാം, പുതിയൊരു ലോകം തീർത്തിടാം. നാടിൻ നന്മകൾ പാടിയുണർത്തും ബാലകരം നായുണരട്ടെ, നാടിൻ നന്മകൾ പാടിയുണർത്തും ബാലകരം നായുണരട്ടെ. സപ്തസ്വരങ്ങൾ ചാലിച്ചെഴുതിയ സുന്ദര ചിത്രം ഞങ്ങൾ, സപ്തസ്വരങ്ങൾ ചാലിച്ചെഴുതിയ സുന്ദര ചിത്രം ഞങ്ങൾ. പതികലോകെ ലേപനമാകൂ ബാലകരൊന്നായുണരട്ടെ, പതികലോകെ ലേപനമാകൂ ബാലകരൊന്നായുണരട്ടെ. ഒന്നൊന്നായി അണിചേരാം, ഒന്നിച്ചൊന്നായി മുന്നേറാം, പുതിയൊരു ലോകം തീർത്തിടാം, പുതിയൊരു ലോകം തീർത്തിടാം. നാടിൻ നന്മകൾ പാടിയുണർത്തും ബാലകരൊന്നായുണരട്ടെ. താങ്ക് യു മാം. ഓക്കെ അശ്വതി. ഇനി നെക്സ്റ്റ്. മാം, ഓക്കെ. ഞാനൊരു പാട്ട് പാടാം. We celebrate today for kids like you in every way. Chacha Nehru's special day. He loved kids in a special way. You are bright, you are bold, your dreams are worth more than gold. Grow up strong, grow up tall, make India proud one and all. Thank you. Thank you all. Okay, Shreya. Then, okay, Shruti, ready ആയോ? Yes, ma'am. Action song. Okay. Today I'm going to sing an action song. My action song name is Walking in the Jungle. All of you ready? All of you? Okay. Walking in the jungle, walking in the jungle. I'm not afraid, I am not afraid. One step, two step, three step forward. One step, three step, four step backward. Stop. Listen. What is that? That is a monkey. Jumping in the jungle, jumping in the jungle. I'm not afraid, I am not afraid. One step, two steps, three steps forward. One step, two steps, three steps backward. Stop. Listen. What is that? That is a frog. Stomping in the jungle, stomping in the jungle. I'm not afraid, I am not afraid. One step, two steps, three steps forward. One step, two steps, three steps backward. Stop. Listen. What is this? This is a kangaroo. Hopping in the jungle, hopping in the jungle. I'm not afraid, I am not afraid. One step, two steps, three steps forward. One step, three steps backward. Stop. Listen. What is that? That is a toucan. Skipping in the jungle, skipping in the jungle. I'm not afraid, I am not afraid. One step, two steps, three steps forward. One step, two steps, three steps backward. Stop. Listen. What is that? That is a tiger. Oh my God, run fast. Thank you, ma'am. Okay, okay, Shruti. Thank you, ma'am. Yeah, very good. ശ്രുതി നല്ല ഡ്രസ് ഉണ്ടായിരുന്നു, കണ്ടിരിക്കാൻ രസമായിരുന്നു കേട്ടോ. ചെയ്യുന്നത് എന്തോ നല്ല രസമുണ്ട് കാണാനായിട്ട്. Thank you, ma'am. Ma'am, എന്റെ മേക്കപ്പ് എല്ലാം ഞാൻ തന്നെ ചെയ്തതാണ്. ഈ രാവിലെ എന്തൊക്കെയോ ചെയ്ത് സെറ്റാക്കി. ലുക്ക് ഉണ്ട് കേട്ടോ, ഫൗണ്ടേഷന്റെ ലുക്ക് വന്നു. എനിക്ക് കുപ്പികളൊക്കെ കിട്ടി. എങ്ങനെ എല്ലാം കൊണ്ടും ഓക്കെ.
ശരിക്കും ടർക്കി അല്ലേ അല്ലെ? തോർത്തല്ലേ ശരിക്കും കൊടുത്തേ? യെസ് മാം, തോർത്ത് മാത്രമേ ഉള്ളൂ, വൈറ്റ് ടർക്കി ഇല്ല, തോർത്തേ ഉള്ളൂ. രണ്ട് തോർത്ത് വെച്ച് കവർ ചെയ്തു, ഇച്ചിരി വണ്ണുള്ളതുകൊണ്ടേ ഒരെണ്ണം തികഞ്ഞില്ല. അത് പിൻ ചെയ്ത് വെച്ചു അത് അല്ലെ? മൊത്തം പിന്നാ, അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പിൻ ചെയ്ത് എന്തൊക്കെയോ ചെയ്ത് ഒപ്പിച്ചു. ഒറ്റയ്ക്കാണല്ലോ ചെയ്തത്? തനിയെ ചെയ്താണോ? യെസ് മാം, മൂത്ത മോള് ഉണ്ടായിരുന്നെങ്കിൽ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഇന്നിപ്പോ ഇവിടെ ആരും ഇല്ലാണ്ടായി. മൂത്ത മോള് കലോത്സവം ഫസ്റ്റ് കിട്ടിയിട്ട് സ്റ്റേറ്റിൽ പോയേക്കാ, കോട്ടയത്ത് തിരുവാതിരയുടെ. ഓ ഓക്കെ മാം. ഒരു കൺഗ്രാറ്റ്സ് പറയൂ കേട്ടോ. ആ ഷുവർ മാം, പറഞ്ഞേക്കാം മാം. താങ്ക് യു മാം. ഓക്കെ ഓക്കെ. ഇനി നെക്സ്റ്റ് എന്താ ഇനി? കഴിഞ്ഞോ? ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയുന്നേ, സ്റ്റോറീസ് പറയാം, സോങ്സ് പാടാം അല്ലെ? ആക്ഷൻ സോങ് ആണെങ്കിലോ എന്താണെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാലോ അല്ലെ? എന്നിട്ട് ഒരു അവർ ഫുള്ള് കിട്ടി. കഴിഞ്ഞോ? എന്തെങ്കിലും ഉണ്ടോ? ആലോചിക്കുകയാണ് നിങ്ങള്? റെസ്പോണ്ട് ഒന്നുമില്ലല്ലോ. റെസ്പോണ്ട് ചെയ്യൂ. പിന്നെ എന്താണ് ചിൽഡ്രൻസ് ഡേക്ക് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ്? നിങ്ങൾക്ക് ഓരോരുത്തർക്കും മെസ്സേജ് ഉണ്ടല്ലോ, നമുക്ക് എന്താണെങ്കിലും പറയാം അല്ലെ? ഒരു ചിൽഡ്രൻസ് ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ എങ്ങനെയൊക്കെയാണ് അവർക്ക് ഇതെല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ സച്ചിനെ പറഞ്ഞ പോലെ അല്ലെ, സേഫ് ടച്ച് ആൻഡ് അൺസേഫ് ടച്ച്, ഇത് രണ്ടും അത് ഇമ്പോർട്ടന്റ് ആണ്, വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സോ അതുപോലെ എന്തെങ്കിലും മെസ്സേജസ് ആസ് എ മദർ അല്ലെങ്കിൽ ആസ് എ പാരന്റ്, ആസ് എ ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അത് പറയാം കേട്ടോ, ഷെയർ ചെയ്യാം. ഓക്കെ, പറയാനുണ്ടോ? ഒന്നും പറയാനില്ലേ? എന്തായത് മാം, ഞാന് എന്റെ മക്കളുടെ അടുത്ത് ശരിക്കും ശരിക്കും ഇപ്പൊ ഞാൻ ഈ കോഴ്സ് ജോയിൻ ചെയ്ത് പകുതി ആയപ്പോഴാണ് കുറെ ചേഞ്ചസ് എന്നിൽ വന്നേക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അതിന് നിങ്ങളെല്ലാവർക്കും ഞാൻ താങ്ക് യു പറയുന്നത്, ടീച്ചേഴ്സ് എല്ലാവർക്കും. നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ അത്ര ഡീപ്പായിട്ട് എടുക്കുന്നതുകൊണ്ടാണ് എന്റെ ഉള്ളിൽ ഇത്രയും ചേഞ്ചസ് വന്നത്. ശരിക്കും പറഞ്ഞ അശ്വതി മാം ആയാലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും, അപർണ മാം ആയാലും ശരിക്കും ഞാൻ പിള്ളേരുടെ അടുത്ത് എല്ലാത്തിനും ഷൗട്ട് ചെയ്യുമായിരുന്നു. എല്ലാ കാര്യത്തിലും ഷൗട്ട് ചെയ്യും. എന്റെ മൂത്ത മോൾ എന്തെങ്കിലും പറയാൻ വന്നാൽ തന്നെ ചിലപ്പോൾ ഞാൻ ജോലിയിലായിരിക്കും, വേറെ എന്തെങ്കിലും കാര്യം അവളെന്തെങ്കിലും പറയാൻ വന്നാൽ തന്നെ ഞാൻ ഷൗട്ട് ചെയ്ത് മാറി നിൽക്കുന്നു പറഞ്ഞാൽ കേൾക്കാൻ നിന്നിട്ടില്ല. പക്ഷെ ഇപ്പോ ഈ കോഴ്സ് ജോയിൻ ചെയ്ത് പകുതി ആയപ്പോ തുടങ്ങി ശരിക്കും എന്റെ ഉള്ളിൽ ശരിക്കും ചേഞ്ചസ് ഉണ്ട്. അതെന്റെ മോള് തന്നെ പറഞ്ഞു. ഇപ്പൊ ഞാൻ എന്റെ മോള് എന്തെങ്കിലും പറയാൻ വന്നാൽ ഞാനത് ടൈം കൊടുത്ത് അത് എന്താന്നുള്ളത് ഞാൻ കേൾക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ കുറച്ചും കൂടി എന്റെ മോളെ എനിക്ക് അവളുടെ വിഷമങ്ങളും അവളുടെ എല്ലാം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. സോ ഞാന് ഈ ഒരു കോഴ്സ് എടുത്തത് സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാം കൊണ്ടും നല്ല ഒരു ചേഞ്ചസ് ഉണ്ട് എന്റെ ഉള്ളില്, ക്യാരക്ടറിലും അങ്ങനെ ബിഹേവിയറിലും എല്ലാത്തിലും ചേഞ്ചസ്. സോ നിങ്ങൾ എല്ലാവർക്കും താങ്ക് യു, അത്രയും തന്നെ. പിന്നെ അതേപോലെ എല്ലാവരോടും പറയാം, നമ്മുടെ മക്കളെ എന്താ അവര് പറയാനുള്ളത്, ചിലപ്പോ ആരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും നമ്മൾ അമ്മ എന്നുള്ളൊരു ഇതില് നമ്മളോട് ഒന്ന് പറയുന്നത്. സോ അവരെന്താ പറയുന്നതെന്നുള്ളത് അത് തെറ്റായാലും ശരിയായാലും ആദ്യം കേൾക്കാനുള്ള മനസ്സ് കാണിക്കണം. അതിനുശേഷം നമുക്ക് പറഞ്ഞു കൊടുക്കാം, തെറ്റാണെങ്കിൽ തെറ്റ്, ശരിയാണെങ്കിൽ ശരി എന്നുള്ളത്. ഫസ്റ്റ് അവരെന്താ പറയുന്നതെന്നുള്ളത് നമ്മൾ കേൾക്കാൻ ആ ഒരു സ്പേസ് കൊടുത്ത് ടൈം കൊടുത്ത് നമ്മൾ അവർക്ക് വേണ്ടി ഒരു ഇച്ചിരി സമയം സ്പെൻഡ് ചെയ്താൽ മതി, എല്ലാം ശരിയാവും. ഇതാണ് എനിക്ക് പറയാനുള്ളത് മാം. താങ്ക് യു. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ, അവർ ആസ് എ ക്യാരക്ടർ വൈസ് ആണെങ്കിലും അവരുടെ ബിഹേവിയർ ആണെങ്കിലും ഒരുപാട് മാറ്റം, സ്റ്റുഡൻസിന്റെ ആണെങ്കിലും ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പൊ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനും ഇതൊക്കെ പോലെയൊക്കെ തന്നെ, ഞാനും പെർഫെക്റ്റ് മദർ ആണെന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. അല്ലെ, ഞാനും ഇതുപോലെ ടീച്ചിങ് ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോഴാണ് എനിക്കും കുറെ കാര്യങ്ങൾ മനസ്സിലായത്. പിന്നെ നമ്മളെ കുറ്റപ്പോ നമ്മൾ ഷൗട്ട് ചെയ്യുന്നുണ്ട്, ശരിയാണ്, ഇല്ലെന്ന് പറയാം, എല്ലാവരും ചെയ്യുന്ന കാര്യം. പക്ഷെ നമ്മൾ ഒരുപാട് ഹോർമോൺ ഇംബാലൻസ് വരുന്ന ടൈമും കൂടിയാണ്. ആ പ്രഗ്നൻസി കഴിഞ്ഞാൽ ഡെലിവറി ടൈം ആണെങ്കിലും ആ ഒരു കുറച്ച് സമയങ്ങളിൽ നമുക്ക് ആ ഒരു മെന്റൽ ഇഷ്യൂസ് എല്ലാം നമുക്കുണ്ട്. സോ അതെല്ലാം നമ്മൾ കാണിക്കുന്നത് എല്ലാവരോടും മക്കളോട് മാത്രമല്ലല്ലോ അല്ലെ, നമ്മൾ എല്ലാവരോടും ആ ഒരു രീതിയിൽ തന്നെ പെരുമാറിയിട്ടുണ്ട്. അത് നമ്മള് മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളും കൂടി അല്ല കേട്ടോ, അത് ആലോചിക്കാം. മനഃപൂർവ്വം വരുന്നതല്ല. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ വിഷമമാകുമോ, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, നമ്മൾ തന്നെ റീതിങ്ക് ചെയ്യും. അത് ഇതൊക്കെ തന്നെയാണ് കാരണം. എന്നാൽ നമ്മൾക്ക് ഒരുപാട് അല്ലെ, മെയിലിനെ അപേക്ഷിച്ച് ഫീമെയിൽസിനാണ് ഒരുപാട് ഹോർമോൺ ചേഞ്ചസും എല്ലാം വരുന്നത്. ഓക്കെ, പക്ഷെ ഇപ്പോ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി, നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അല്ലെ, വരുന്ന ചേഞ്ചസ് ഓക്കെ ഇന്നതിന്റെ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നു. അതായത് ഇപ്പൊ കോഴ്സിൽ വന്നുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. പക്ഷെ അത് മാത്രമല്ല കേട്ടോ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി, അറിയാൻ തുടങ്ങി അല്ലെ.
ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്യാനാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി. ഒരു കാര്യം പറയുന്നതിന് മുൻപ് നമ്മൾ ആലോചിക്കും. അതെല്ലാനും നമ്മൾ സ്വയം ഇംപ്രൂവ് ചെയ്തതിന്റെയാണ്, ഇംപ്രൂവ്മെന്റ്സ് വന്നതിന്റെയാണ്. അത് ക്ലാസ് കൊണ്ടാകാം, അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ എന്നാകാം, എവിടെ നിന്നും കിട്ടും നമുക്ക്, അല്ലെ? അറിവുകൾ എവിടെ നിന്നും കിട്ടും. സോ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സും കൂടെ വേണം. അല്ലാതെ ക്ലാസ് കേട്ടിട്ടിരുന്നിട്ടോ അല്ലെങ്കിൽ എവിടെ നിന്ന് ആരെങ്കിലും നല്ലൊരു കാര്യം പറഞ്ഞാല് കേട്ടിരിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, അത് അക്സെപ്റ്റ് ചെയ്യണം. നമുക്ക് ഓക്കെയാണ്, നല്ലതാണെന്ന് തോന്നിയാൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സും കൂടെ വേണം. അങ്ങനെ മാത്രമാണ് നമുക്ക് തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ, ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തെ സ്റ്റുഡൻസേ അല്ല നിങ്ങൾ, അല്ലെ? ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതിപ്പോ കരിയർ വൈസ് ആണെങ്കിലും, ഇപ്പോ പഠിക്കുന്ന സബ്ജക്ട് വൈസ് ആണെങ്കിലും, അല്ലാതെയും ക്യാരക്ടർ വൈസ് ആണെങ്കിലും എല്ലാം ടോട്ടലി നിങ്ങൾ ചേഞ്ച് ആയി, അല്ലെ? അപ്പോ പാസ് ഔട്ട് ആയി പോകുന്ന സമയത്ത് നിങ്ങൾ തന്നെ പറയും, ഓക്കെ ഒരുപാട് മാറി. ഇപ്പൊ നിങ്ങളിത് പറയുന്നുണ്ടെങ്കിൽ എക്സാം എല്ലാം കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും. ഒരു ടീച്ചറായിട്ട് ജോയിൻ ചെയ്യുമ്പോഴാണെങ്കിൽ നിങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഇനി എന്താണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വസിച്ച് തന്നെ നിങ്ങൾക്ക് ഒരു ടീച്ചിങ്, ഒരു കരിയർ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവരും നല്ല രീതിയിൽ പഠിപ്പിക്കാനാണെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാണെങ്കിലും എല്ലാവരും പ്രാപ്തരാണ്. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടീച്ചറായിട്ട് ജോലിക്ക് പോകാവുന്നതാണ്. സോ ഞാൻ ഒരു പേടിയൊന്നും വേണ്ട, എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റുമോ, എനിക്ക് കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കാറുണ്ട്. നിങ്ങൾ എല്ലാവരും റെഡിയാണ്. എല്ലാവരും ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരും എല്ലാവരും നല്ല ടീച്ചേഴ്സ് ആണ്. ഓക്കെ, എനിക്ക് നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോഴാണെങ്കിൽ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഒരാൾ നല്ലതാണ് മറ്റേ ആൾ കൊള്ളൂല അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും ജോയിൻ ചെയ്ത സമയത്തെ ആൾക്കാരേ ഇല്ല, അല്ലെ? ഒരുപാട് മാറ്റങ്ങളുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ മാറ്റങ്ങളുണ്ട്. ഓക്കെ, അപ്പോ എല്ലാവരും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ എനിക്ക് ക്ലാസ് എടുക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് പറ്റുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്, ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ ഒരു നല്ല ഒരു വ്യക്തിത്വം, അല്ലെ? നമ്മൾ എങ്ങനെ അത് ഗ്രോ ചെയ്യാം, വളർത്താം, ഇനി എങ്ങനെ ആകാൻ പാടില്ല, ഇത് രണ്ടും നിങ്ങൾ പഠിച്ചു. നെഗറ്റീവ് സൈഡ് ആണെങ്കിലും പോസിറ്റീവ് സൈഡ് ആണെങ്കിലും നിങ്ങൾ പഠിച്ചു, അല്ലെ? അത് ഈ കോഴ്സിലൂടെ ആണെങ്കിലും അല്ലാതെ എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കുക. സോ അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, എന്താണെങ്കിലും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് എപ്പോഴും വേണം കേട്ടോ. ഓക്കെ, അത് ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന ഒരു കാര്യമാണ്. നമുക്ക് എപ്പോഴും നല്ല നല്ല എക്സ്പീരിയൻസ് മാത്രമേ ഉണ്ടാവണമെന്നില്ല, അല്ലെ? ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാകാം, നെഗറ്റീവ്സ് ഉണ്ടാകാം, നമ്മളെ കുറ്റം പറയാനോ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ നല്ലതാണെന്ന് പറയുന്നവർ മാത്രമായിരിക്കില്ലല്ലോ, അല്ലെ? നല്ലതല്ല എന്ന് പറയുന്ന ആൾക്കാരും കൂടെ ഉണ്ട്, അല്ലെ? സോ അതും കൂടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. ഇപ്പൊ എനിക്കും അതേപോലെ തന്നെ എക്സ്പീരിയൻസ് ഒരുപാടുണ്ട്. ടീച്ചിങ് എന്റെ കരിയറിലാണെങ്കിലും ഒക്കെ പഠിപ്പിക്കുന്നത് നല്ലതല്ല, കംപ്ലൈൻസ്, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അത് കേട്ട് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ഇരുന്ന് പോകും, അല്ലെ? നമ്മുടെ എപ്പോഴും നമ്മളൊരു ഫസ്റ്റ് എന്തൊരു കാര്യം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും അത് പെർഫെക്റ്റ് ആവണമെന്നില്ല, ഒരിക്കലും പെർഫെക്റ്റ് ആവില്ല. ഓക്കെ, നമ്മളത് എല്ലാം ചെയ്താണ് പഠിക്കുക. അപ്പൊ അതുകൊണ്ട് ചെയ്യുന്ന സമയത്ത് വരുന്ന എന്ത് നെഗറ്റീവ്സ് ആണെങ്കിലും പോസിറ്റീവ്സ് ആണെങ്കിലും അത് അതേപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക. നെഗറ്റീവ് ആണെങ്കിൽ ചിലപ്പോൾ നെഗറ്റീവ്സ് ആയിരിക്കും, നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടാകും, അത് അവർ പറയുമ്പോൾ ഓക്കെയാണ്, നമുക്ക് ക്ലിയർ ചെയ്യാം, ക്ലാരിഫൈ ചെയ്യാം, അത് ഇംപ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകാം. ആ ഒരു രീതി നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനും കുറച്ചൊരു എളുപ്പമാണ് കേട്ടോ. അത് നമ്മുടെ കരിയറിൽ തന്നെ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും. അല്ലാതെ കേട്ട് വിഷമിച്ച് മാറി നിൽക്കാനാണെങ്കിൽ അങ്ങനെ തന്നെ ആയി പോകും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എന്ത് നെഗറ്റീവ്സ് പറഞ്ഞാലും അത് അക്സെപ്റ്റ് ചെയ്യാൻ, സന്തോഷത്തോടു കൂടി തന്നെ അക്സെപ്റ്റ് ചെയ്യാനൊരു മനസ്സും കൂടെ കാണിക്കുക എല്ലാവരും. ഓക്കെ, അത് ഈ ഒരു ദിവസം പറയേണ്ട ആവശ്യമില്ല, പക്ഷെ ഞാൻ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു കേട്ടോ. നമുക്ക് വേണ്ട ഏറ്റവും നല്ലൊരു ക്വാളിറ്റി കൂടിയാണത്. ഓക്കെ, ഒരാൾ എന്ത് ചെയ്താലും അത് അപ്രീഷിയേറ്റ് ചെയ്യാനും, അത് മോശമാണെങ്കിൽ മോശമാണെന്ന് പറയാനും നമ്മൾ പഠിക്കണം. എസും നോയും പറയാൻ പഠിക്കണം. അതുപോലെ തന്നെയാണ് ഇത്. നല്ലതാണെങ്കിൽ നല്ലതാണ്, ഓക്കെ. മോശമാണെങ്കിൽ നമുക്ക് എനിക്ക് ഇഷ്ടമാവില്ല, നമുക്ക് അപ്പൊ തന്നെ നമുക്ക് പറയാലോ, അല്ലെ? ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്നാ പറയാം, കാരണം നമ്മൾ പറയാം. ചിലപ്പോൾ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് നോക്കുക, കുറച്ചൊരു ബെറ്റർ ആയിരിക്കും, നമുക്ക് ഓപ്ഷനും വെക്കാം. അത് നമ്മുടെ ഒപ്പീനിയൻ ആണ്. നമ്മുടെ ഒപ്പീനിയൻ നമ്മൾ ആരുടെ മുഖത്തോക്കി എവിടെ വേണമെങ്കിലും പറയാവുന്നതാണ്, ആരോടും പറയാം. അത് നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കും. പക്ഷെ എന്തെങ്കിലും അങ്ങനെ ഒരാളുടെ ഒപ്പീനിയൻ പറയുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സും കൂടെ കാണിക്കണം. ചിലപ്പോൾ നമുക്ക് നല്ലതിനായിരിക്കും, മനസ്സിലായോ? അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കരിയർ ആണെങ്കിൽ, നമ്മുടെ ആസ് എ പേഴ്സൺ ആണെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ ഇംപ്രൂവ് ചെയ്യും. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവും കൂടെ ഒരു മനസ്സ് വേണം. അതുപോലെ തന്നെ എപ്പോഴും ഫുൾ ടൈം നെഗറ്റീവ് മാത്രം ചിന്തിച്ചിരിക്കാൻ പാടില്ല കേട്ടോ. ഞാൻ പറഞ്ഞു കുട്ടികളെ പോലെ ഞാൻ പറഞ്ഞു, അത് വെറുതെ പറയുന്നതല്ല. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാം. ഇപ്പോ നമ്മള് ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ, വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങള് ഇപ്പോ ലാസ്റ്റ് എക്സാം എഴുതുന്നതായിരിക്കും, മെയിൻ എക്സാം എഴുതുന്നതായിരിക്കും, റിസൾട്ട് വന്നു.
ഓക്കെ, ഒരു എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ, ചുമ്മാ പറയുന്നതാണ്, സീരിയസ് ആയിട്ട് ആരോടൊക്കെ ഇരുന്ന് ചുമ്മാ ഒരു എക്സാമിനെ കുറിച്ച് പറയുന്നേന്നുള്ളൂ കേട്ടോ. അപ്പോ നിങ്ങൾ എക്സാം എഴുതി മാർക്ക് വന്നു, നിങ്ങൾ പറയും അയ്യോ ഒരു ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 60 അല്ലെങ്കിൽ 160 കിട്ടിയെന്ന് വിചാരിക്കും, ഇംഗ്ലീഷിനോ ഏതെങ്കിലും ആവട്ടെ. നിങ്ങൾ പറയണോ എനിക്ക് 60 കിട്ടിയുള്ളൂ, ഞാൻ 100 പ്രതീക്ഷയാണ്, എനിക്ക് 60 കിട്ടിയുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയും നമുക്ക് പറയാൻ പറ്റും. അല്ലാതെ എനിക്ക് 60 കിട്ടി, ഞാൻ ഒട്ടും അറിയാത്ത ഒരാളായിരുന്നു, എനിക്ക് 60എങ്കിലും കിട്ടിയല്ലോ എന്ന് പറയുന്നത് രണ്ടല്ലേ അല്ലേ? എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക. നമ്മൾ നമുക്ക് എന്ത് സംഭവിച്ചാലും എന്തെങ്കിലും ഇപ്പൊ നമ്മൾ വീട് എന്തെങ്കിലും ചെയ്തെന്ന് വിചാരിക്കും, ഓ ഞാൻ വീണു, അല്ല എനിക്ക് എല്ലായിടത്തും ഭയങ്കര വേദനയാ, ഞാൻ വീണു എന്ന് പറയുന്നത് ഓക്കെ ഞാൻ വീണു, പക്ഷെ എനിക്കൊന്നും പറ്റിയില്ല, അത് ഒരു ഭാഗ്യം, ഒന്നും പറ്റിയില്ല. അപ്പൊ എന്തൊരു നെഗറ്റീവിനെ നമുക്ക് പോസിറ്റീവ് ആക്കാൻ പറ്റും അല്ലെ? നമ്മൾ പറയുന്നതിലൂടെയാണ് നെഗറ്റീവിനെ നമുക്ക് പോസിറ്റീവ് ആക്കാൻ പറ്റും. അപ്പൊ എപ്പോഴും ആ ഒരു ചിന്തയായിരിക്കണം വേണ്ടത്. നെഗറ്റീവ്സിൽ നമുക്ക് നെഗറ്റീവ്സ് വേണ്ട, നെഗറ്റീവ് ഉള്ളത് കൊണ്ട് നമുക്ക് വേറെ ഒരു ഉപകാരവും ഇല്ല കേട്ടോ. എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുക. അപ്പൊ പോസിറ്റീവ്സ് മാത്രമേ നമുക്ക് വരൂ, നെഗറ്റീവ്സ് ഒന്നും വരില്ല. നമ്മൾ കാണുന്നതിലെല്ലാം പോസിറ്റീവ് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, അപ്പൊ പിന്നെ നെഗറ്റീവ് വരുന്നില്ലല്ലോ. ഓക്കെ, അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവ് ആയിട്ട് തന്നെ ഇരിക്കുക. ഓക്കെ, ഞങ്ങൾക്ക് ആസ് എ ടീച്ചർ, ഇപ്പൊ നിങ്ങൾ എല്ലാവരും പറഞ്ഞ ടീച്ചർമാർ പറയുന്ന കാര്യങ്ങളും അത് എല്ലാവരും ഓരോരുത്തർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ് കേട്ടോ. അത് ക്ലാസ്സിൽ ഞങ്ങൾക്ക് നിങ്ങളോടല്ലേ പറയാനുള്ളൂ, നിങ്ങൾ ഞങ്ങളുടെ മക്കളെ പോലെയല്ലേ അല്ലെ? ഏജ് കൊണ്ടും അങ്ങനെയൊക്കെ പറയുന്നില്ലെങ്കിലും പക്ഷെ ഞങ്ങൾക്ക് എല്ലാവരും നിങ്ങൾ സ്റ്റുഡൻസ് ആണ്, മക്കളെ പോലെയാണ്. അപ്പൊ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ശരിക്കും മക്കളോട് പറയുന്ന പോലെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോ അതുകൊണ്ടാണ് എല്ലാ ടീച്ചറും പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ആ രീതിയിൽ തന്നെ കാണുന്നതും അങ്ങനെ തന്നെയാണ് കേട്ടോ. പാടാലോ, പഠിക്കോളൂ. മാം, എനിക്ക് എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഐ മീൻ ഒരു സോങ് ഒക്കെ പാടാൻ ഇതിനേലും വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഞാനത് യൂസ് ചെയ്യുന്നില്ല മാം. ഓക്കെ. കണ്ണാന കണ്ണേ കണ്ണാന കണ്ണേ എൻ மீது சாயவா, பொன்னான நெஞ்சே பொன்னான கையால் பூ போல நீவவா, நான் காத்து நின்றேன் காலங்கள் தோறும் என் ஏக்கம் தீருமா, நான் பார்த்து நின்றேன் பொன்வானம் எங்கும் என் மின்னல் தோன்றுமா, கண்ணீரை கண்ணீரை சேரும் நேரம் நீ கற்கண்டாய் மாறுமா, ஆராரிராரோ ராரோ ராரோ ஆராரிராரோ ஆராரிராரோ ராரோ ராரோ ஆராரிராரோ, கண்ணான கண்ணே கண்ணான கண்ணே என் மீது சாயவா, பொன்னான நெஞ்சே பொன்னான கையால் பூ போல நீவவா. താങ്ക് യു മാം. ഓക്കെ ഓക്കെ ശ്രുതി, കരയിപ്പിച്ചു, കരഞ്ഞോ? അപ്പോ നമ്മുടെ ക്ലാസിന്റെ ലാസ്റ്റ് ഉണ്ടാകും, ചിലപ്പോ അതൊക്കെ ഞാനായിരിക്കും കേട്ടോ ഏറ്റവും ലാസ്റ്റത്തെ ക്ലാസ്, ചിലപ്പോ മിക്കപ്പോഴും എന്റെ ആയിരിക്കും വരാറ്. സോ ലാസ്റ്റ് ക്ലാസ് എടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ശോകമായിരിക്കും, എല്ലാവരും പോലെ സാഡ്. ഞങ്ങൾക്ക് വിഷമമാണ് ബാച്ച് കഴിയുമ്പോ, അയ്യോ മിസ് ചെയ്യുന്നു, എല്ലാവരും മിസ് ചെയ്യുന്നുണ്ടല്ലോ. എനിക്ക് ഓരോരുത്തരെയും പേഴ്സണലി അറിയില്ലെങ്കിലും അല്ലെ, നമ്മള് നേരിട്ട് ആദ്യം കണ്ടിട്ടില്ല, പക്ഷെ എന്നാലും നിങ്ങൾ എല്ലാവരും അറിയാം. അപ്പൊ പെട്ടെന്ന് ആ ലാസ്റ്റ് കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ കരയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് അതാ ഓർമ്മ. എനിക്ക് ബാച്ച് അങ്ങനെ ഇവിടെ കരഞ്ഞാ പോവാറ് കേട്ടോ. ഞങ്ങൾക്ക് വിഷമാവും, പക്ഷെ ഞങ്ങൾക്ക് കോപ്പറേറ്റ് കരയാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോ പിന്നെന്താണ് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? എന്താണിത്, ആക്റ്റീവും കൂടി അല്ലല്ലോ, എന്താണ് മിണ്ടാത്തെ? റെസ്പോണ്ട് ചെയ്യൂ. ക്ലാസ്സിലുണ്ടോ നിങ്ങൾ എല്ലാവരും? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതൊന്നും പറയാനൊന്നുമില്ലേ? എന്നോടൊന്നും പറയാനില്ലേ? ശ്രുതിയുടെ പാട്ട് കേട്ടപ്പോഴേ ഞാൻ എന്റെ മക്കളെ വഴക്ക് പറയണതാണ് എനിക്ക് ഓർമ്മ വന്നത്. അതാണ് ഞാൻ കരയിപ്പിച്ചു എന്ന് പറഞ്ഞത്. കാരണം ഞാനിവിടെ ഞങ്ങൾക്കൊരു ജോയിന്റ് ഫാമിലിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പൊ ഹസ്ബൻഡ് ഇവിടെ ഇല്ല. അപ്പൊ അറിയാലോ, ജോയിന്റ് ഫാമിലി ആകുമ്പോ എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങളായിരിക്കുമല്ലോ. അപ്പൊ ഇതിന്റെ എന്റെ ദേഷ്യം മുഴുവൻ തീർക്കുന്നത് ഞാൻ എന്റെ മക്കളുടെ അടുത്തായിരിക്കും ചില സമയം. ഇപ്പൊ ഞാൻ പിന്നെയും ഇതാകാറുണ്ട്. അപ്പൊ എനിക്ക് ഈ പാട്ട് പാടിയപ്പോ എന്റെ ദൈവം, എന്റെ പാവങ്ങളാ പിള്ളേരെ ഓർമ്മ വന്ന്. അതാണ് ഞാൻ പറഞ്ഞ കരയിപ്പിച്ചത്.
നമുക്ക് ദേഷ്യം വരും, അത് വഴക്കും പറയണം കേട്ടോ. ഫുൾ ഡേ നമ്മളവരെ കൊഞ്ചിക്കാന്നൊന്നും ഞാൻ പറയുന്നില്ല, വഴക്ക് പറയണം. അമ്മമാരാകുമ്പോഴും വഴക്ക് കുറച്ചെങ്കിലും പറയണം. പക്ഷെ വഴക്ക് പറഞ്ഞതിന് ശേഷം അവരെ വിളിച്ചിരുത്തിയിട്ട് കാര്യം പറയാം, ഞാനിങ്ങനെ വഴക്ക് പറഞ്ഞു നിന്നത് കൊണ്ടാണ്, അല്ലാതെ നമുക്ക് ദേഷ്യം ഉണ്ടായിട്ടല്ല എന്ന് അവരോട് കാര്യമായിട്ട് പറയാം. അപ്പൊ അവർക്ക് മനസ്സിലാവും. ഓക്കെ, നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്, ആരോടാണെങ്കിലും നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് തെറ്റായി തോന്നിയെങ്കിൽ അത് അവരോട് കാര്യം പറയാം, ഞാൻ ചെയ്തത് തെറ്റാണ്. അതുപോലെ തന്നെ മക്കളോടും പറയാം, ഞാൻ വഴക്ക് പറഞ്ഞു, അത് ഇന്ന കാരണം കൊണ്ടാണ്, നീ അങ്ങനെ ചെയ്യരുത് കേട്ടോ എന്ന് പറയാനേ അവർ കേൾക്കും. ഓക്കെ, അപ്പൊ അവർക്ക് മനസ്സിലാവും, ഓക്കെ അമ്മക്ക് ഇങ്ങനെ ദേഷ്യം വന്നിട്ടാണ് അമ്മ അങ്ങനെ വഴക്ക് പറയുന്നത്, അല്ലാണ്ട് നമ്മളോട് അത്രയും ദേഷ്യം ഉള്ളത് കൊണ്ടല്ല എന്ന് അവർ ചിന്തിക്കും. അപ്പൊ അങ്ങനെ പറയാനും കൂടി ഒരു മനസ്സ് കാണിക്കണം കേട്ടോ. അത് ഉള്ളിൽ വെക്കരുത്. നമുക്ക് എന്തും എക്സ്പ്രസ് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, സ്നേഹമാണെങ്കിലും ദേഷ്യമാണെങ്കിലും എന്താണെങ്കിലും എക്സ്പ്രസ് ചെയ്തേ പറ്റും. ഞാൻ പറയാറുണ്ട്, അങ്ങനെ പറയാം, റീസൺ പറയണം, റീസൺ അറിയണ്ടേ അവര്. ഓക്കെ, എന്താണെങ്കിലും എക്സ്പ്രസ് ചെയ്യുക. അവരെപ്പോഴും ഫുൾ ടൈം അവരെ ഹാപ്പി ആക്കി വെക്കാൻ പറ്റില്ല, അല്ല. നമുക്ക് ഫിനാൻഷ്യലി ആണെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് എല്ലാം അവരറിയണം. ഓക്കെ, എല്ലാ കാര്യം നമ്മുടെ കഷ്ടപ്പാടാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എല്ലാം മക്കളോടാണെങ്കിലും ഷെയർ ചെയ്യണം. എല്ലാം അവർ അറിയണ്ടേ, അറിഞ്ഞു വളരണം. ഓക്കെ, അപ്പൊ എക്സ്പ്രസ് ചെയ്യാം കേട്ടോ, എന്താണ് എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇത്രയൊക്കെയാണുള്ളത്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് അഡ്വൈസ് ആണ് ഞാൻ പറഞ്ഞത്, അപ്പൊ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യുക. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ചിൽഡ്രൻസ് ഡേ. ഓക്കെ, സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ലെറ്റ്സ് വൈൻഡ് അപ്പ് ആൻഡ് സൈൻ ഔട്ട്. ആരാ പറയുന്നത്? മാം, ഒരു എല്ലാം അമ്മമാർക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടിയിട്ട് താങ്ക്സ് സ്പീച്ച് പറഞ്ഞ് നിർത്തട്ടെ. ഒരു ദൈവം തந்த പൂവേ കണ്ണിൽ തേടലിൻ തായേ, ഒരു ദൈവം തந்த പൂവേ കണ്ണിൽ തേടലിൻ തായേ, வாழ்வு தொடங்கும் இடம் நீதானே, வானம் முடியும் இடம் நீதானே, காற்றை போல நீ வந்தாயே, சுவாசமாக நீ நின்றாயே, வாழ்வில் ஒரு உயிரே ஒரு தெய்வம் தந்த பூவே கண்ணில் தேடல் என்ன தாயே. Good morning, ma'am and my dear friends. Today's Children's Day celebration becomes special because of all of you. First of all, I sincerely thank dear Ashwati ma'am for guiding us, encouraging us, and supporting every part of this program. Your love and care made this day meaningful for us. I also thank all my classmates for your wonderful participation. Each one of you added color and joy today celebration. Your cooperation and team spirit made the program success. Once again, and a big thank you for Ashwati ma'am, to my classmates. Thank you. Happy Children's Day. ഓക്കെ, ആതിര, ഞാൻ ആതിരെ വിളിക്കായിരിക്കായിരുന്നു, ഒന്ന് പെർഫോമൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ഒന്ന് ബർത്ത്ഡേ ആണല്ലേ, എന്റെ ഇപ്പോഴാണോ പറയുന്നേ? ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ആതിര. Happy birthday, Adira. ഹാപ്പി ബർത്ത്ഡേ ആതിര. താങ്ക് യു everyone. ഹാപ്പി ബർത്ത്ഡേ ആതിര. ഓക്കെ, എല്ലാവരും ആതിരോട് ട്രീറ്റ് ചോദിച്ചോ കേട്ടോ. നല്ല ദിവസമാണ്, ചിൽഡ്രൻസ് ഡേ ആണ്, ഒരു കുട്ടിയാണ് ആതിര. ഓക്കെ, once again happy birthday ആതിര and thank you all. So bye. Class ഉണ്ട്. Thank you, ma'am. Happy Children's Day. Thank you, ma'am. Thank you, Adira.